കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ 2ാം നിലയിൽ രോഗിയുടെ കൂട്ടിരിപ്പിനായി എത്തിയ യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു. ആശുപത്രിയിലെ 3ാം നിലയിൽ ഉൾപ്പെടെ തെരുവുനായ്ക്കൾ വിലസുന്നതിന്റെ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. ജില്ലാ ആശുപത്രിക്കുള്ളിൽ രോഗിയുടെ കൂട്ടിരിപ്പിനായി എത്തിയ യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു. രോഗിക്ക് കൂട്ടിരിക്കാനെത്തിയ യുവാവിന് ആശുപത്രിയുടെ 2ാം നിലയിൽ വെച്ചാണ് നായയുടെ കടിയേറ്റത്. അലാമിപ്പള്ളി കല്ലംചിറയിലെ സോണിയയുടെ മകൻ അബിനാണ് കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ വെച്ച് നായയുടെ കടിയേറ്റത്. വലതു കൈവിരലിനാണ് കടിയേറ്റത്. അമ്മയുടെ അനുജൻ വെള്ളരിക്കുണ്ടിലെ സുജിത്തിനെ ഇഴജന്തു കടിച്ചെന്ന സംശയത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു യുവാവ്. സുജിത്തിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും രക്തം പരിശോധിക്കാൻ തൊട്ടടുത്തുള്ള 2ാം നിലയിലെ ലാബിലേക്ക് എത്തിയ സമയത്താണ് തെരുവുനായ ആക്രമിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സമയം രാത്രി 7 മണി കഴിഞ്ഞിരിക്കുന്നു. 2ാം നിലയിലെ ലാബിന് സമീപത്തേക്ക് ഒരാൾ നടന്നെടുക്കുകയാണ്. ഡോർ മെല്ലെ തുറന്ന് ബെഞ്ചിന് സമീപത്ത് നിലയുറപ്പിച്ച ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. എന്തിനാണ് ടിയാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഫോൺ സംഭാഷണം കേട്ടാൽ മതി. ഹലോ, ഞാൻ വിളിക്കുന്നത് വെള്ളരിക്കുണ്ടെന്ന് തൊള്ളിക്കൊണ്ടെന്നാണ്. ഞങ്ങള് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്റെ മരുമോൻ ചക്കനെ, അതായത് 2ാമത്തെ നിലയെന്ന്, 2nd ഫ്ലോറിന്ന് പട്ടി കടിച്ചു. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് പട്ടി കടിച്ചോ? പട്ടി. എന്താ സുഖത്തിന് പോയതാ? ചേട്ടനെ കൊണ്ട് പോയായിരുന്നു. അപ്പൊ ഇവര് വീട് കാഞ്ഞങ്ങാടാണ് താമസിക്കുന്നത്. ഞാൻ എന്റെ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പൊ 2 മരുമക്കള് എന്റെ കൂടെ അവരെ വിളിച്ചിട്ടാകുമ്പോ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് സന്ധ്യക്ക് അവരെ അത് ലാബിന്റെ മുമ്പിൽ, അതായത് 2nd ഫ്ലോർ ലാബിന്റെ മുമ്പിൽ നിന്നാണ് ഈ പട്ടി കടിച്ചത്. ഈ പട്ടി 2ാം നിലയിൽ അതിന്റെ ഉള്ളിൽ നിന്ന് പട്ടി 2ാം നില 3ാം നില വരെ പട്ടി ഞങ്ങളുണ്ട്. ഐസിന്റെ മുമ്പിൽ വരെ പട്ടി. അത്ര സെക്യൂരിറ്റിക്കാരൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റല്. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് കയറി പോകണമെങ്കിൽ ഇവര് എന്തെല്ലാം പാസ് ചോദിക്കുന്നു, അത് ചോദിക്കുന്നു, ഇത് ചോദിക്കുന്നു. ഈ പട്ടികളെല്ലാം ഈ ഹോസ്പിറ്റലിനകത്ത് നടന്നിട്ട് ഇവർക്കൊരു ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആരോട് പരാതി പറയാനാ ഇതൊക്കെ? അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ പട്ടി കടിച്ചപ്പോ അവരെന്താണ് പറഞ്ഞത്? പട്ടി കഴിച്ചിട്ടാകുമ്പോ പിന്നെ അവര് പറഞ്ഞു എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. ഇനിയിപ്പോ 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ 3 ഇഞ്ചക്ഷൻ എടുത്തു ഇന്നലെ തന്നെ. ഇനിയിപ്പോ അടുത്ത ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചീട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് എത്ര വയസ്സുള്ള ആൾക്കാർ പട്ടി കടിച്ചേ? ഈ ചെക്കന് 17 വയസ്സ്. പോയതല്ലേ? വേറെ ആളുടെ കൂടെ പോയതാണോ അവിടെ? വേറെ ആളുടെ കൂടെ പോയതാണ്. ബസ്റ്റാൻഡാണ്. ഞാൻ പോയപ്പോ തന്നെ ഞങ്ങള് ഐസിയിലോട്ട്, പിന്നെ ഈ ചേട്ടനെ കൊണ്ട് മുകളിലോട്ട് കയറി പോകുമ്പോ തന്നെ ഈ പട്ടി ഒരു 3-4 പട്ടി പുറകെ വന്നു. എന്നിട്ട് ഞാൻ ഡോർ അടച്ചിട്ട് ഈ പട്ടിനെ ഒഴിവാക്കിയത്, ഗ്രില്ല് അടച്ചിട്ട്. കുറെ പട്ടികളുണ്ടോ ഈ ആശുപത്രി? കുറെ പട്ടികൾ, 3, 4, 5 പട്ടികൾ കൂട്ടം കൂടി ഹോസ്പിറ്റലിനകത്ത് നടക്കുക. പട്ടി കടിച്ച കുട്ടിക്ക് ടോക്കൺ എടുക്കാൻ വേണ്ടി ദീർഘസമയം ക്യൂവിൽ നിന്നു. അതിനുശേഷമാണ് അധികൃതർ ഇഞ്ചക്ഷൻ നൽകിയത്. അതിനുശേഷം കുട്ടിയുടെ മാതാവ് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പണി പട്ടിയെ നോക്കലല്ല എന്നാണ് നൽകിയ മറുപടി. എന്തായാലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഈ വിഷയം ഗൗരവകരം തന്നെയാണ്. പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയം ഗൗരവത്തിലെടുത്ത് ഇതിനൊരു പരിഹാരം കാണണം. ലാബിന് മുന്നിൽ വെച്ചാണ് നായയുടെ കടിയേറ്റത്. ജില്ലാ ആശുപത്രിക്കകത്തും വരാന്തയിലും ആശുപത്രി പരിസരങ്ങളിലും നാളുകളായി തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രി സമയങ്ങളിൽ രോഗികളുടെ കൂട്ടിരിപ്പിനെത്തിയവരും ഭയപ്പാടോടെയാണ് കഴിയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലാബിലേക്കും മരുന്ന് വാങ്ങാനും സ്ത്രീകൾ രാത്രി സമയം ഭയപ്പാടോടെയാണ് വാർഡിൽ നിന്നും ഇറങ്ങുന്നത്. പകൽ സമയങ്ങളിലും ജില്ലാ ആശുപത്രി പരിസരത്ത് തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.